ബ്രസീല് തോറ്റു. അതിൻ്റെ സങ്കടങ്ങളും ആഘോഷങ്ങളും സോഷ്യൽ മീഡിയയിലും ഗ്രാമാന്തരങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളുടെ ഉൾപ്രദേശങ്ങളിലടക്കം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വലിയ ഫ്ലക്സുകൾ, കൂറ്റൻ കട്ടൗട്ടുകൾ, അത് ബ്രസീലിൻ്റെ പേരിലാണെങ്കിലും അർജന്റീനയുടെ പേരിലാണെങ്കിലും പോർച്ചുഗലാണെങ്കിലും മറ്റേത് ടീമുകളാണെങ്കിലും എല്ലാം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഏകദേശം മലപ്പുറം ജില്ലയിൽ മാത്രം ഫുട്ബോൾ ആരാധകർ സ്ഥാപിക്കപ്പെട്ട ഫ്ലക്സ് ബോളുകളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ, അതിൻ്റെ ചെലവ് പരിശോധിക്കുകയാണെങ്കിൽ 40 കോടിയോളം രൂപയുടെ ഫ്ലക്സുകളാണ് ഉള്ളത്. അതിൽ ബ്രസീൽ തോറ്റതോടുകൂടെ ആ ഫ്ലക്സിൻ്റെ കഥ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ ഏതൊക്കെ ടീം തോൽക്കുന്നുവോ അതോടുകൂടെ എല്ലാം കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നാം ഫുട്ബോൾ കളി ഏത് കളിയാണെങ്കിലും ആ കളിയുമായിട്ട് മനസ്സിലാക്കുക. ഒരിക്കലും കളിയെ നമ്മൾ കാര്യമാക്കി എടുക്കരുതും. ചില ആളുകളൊക്കെ, ചെറുപ്പക്കാരൊക്കെ രാത്രി 2ഉം 3ഉം കളി ഉണ്ടാകുമ്പോൾ കൂടാരങ്ങളിലും ക്ലബ്ബുകളിലും അവർ കഴിയുകയാണ്. ഒരു കളി കഴിഞ്ഞ് പിന്നെ സമയം ഉണ്ടാകുമ്പോൾ കുറച്ച് ഉറങ്ങി അടുത്ത കളി വീണ്ടും കണ്ട് അങ്ങനെ നിസ്കാരങ്ങളൊക്കെ ഖളാ ആയി രാത്രി ഉറക്കം ഒഴിച്ച് അതിൻ്റെ ക്ഷീണത്തിൽ ജോലിക്ക് പോകാൻ കഴിയാതെ പഠിക്കാൻ കഴിയാതെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഈ രൂപത്തിൽ ഫുട്ബോൾ ഒരു ലഹരിയായി പിടിച്ച് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം പറയാനാണ് ഈ ലൈവിൽ വന്നിട്ടുള്ളത്. അഥവാ ഫ്ലക്സ് ബോർഡ് നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം പ്രയാസത്തിലാണ്. പാലക്കാട് ജില്ലയിൽ പട്ടിണി കിടന്നുകൊണ്ട് പട്ടിണി സഹിക്കാൻ വയ്യാതെ ഒരു അമ്മയും ഒരു അച്ഛനും 2 ചെറിയ മക്കളും ആത്മഹത്യ ചെയ്തത് നമ്മളൊക്കെ ഈ ആഴ്ചയിൽ കേട്ട ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ കടം ബാധ്യത ഏറ്റ് പ്രയാസപ്പെട്ട് ഒരു മദ്രസ അധ്യാപകന് ആത്മഹത്യ ചെയ്ത വിവരം അറിയും. ഇങ്ങനെ നമുക്ക് ചുറ്റും നമുക്കിടയിൽ തന്നെ ഒരുപാട് പരാധീനതകളും പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും നമ്മൾ ചെലവഴിക്കാതെ നമ്മൾ ഈ ഏതോ രാജ്യങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയുടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ച് എന്ത് കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതിനും അവർ കളിച്ചു, ഒരു പക്ഷെ അവർ ജയിക്കും, അതിന് ഗുണം അവർക്ക് കിട്ടും. അവർ പരാജയപ്പെടും, അതിൻ്റെ നഷ്ടവും അതിൻ്റെ എല്ലാം നമുക്കെന്തിനാണ് നാം സഹിക്കുന്നത്? നമുക്ക് നഷ്ടമേ ഉള്ളൂ, ഒരിക്കലും ലാഭമില്ല. അതുകൊണ്ട് കളിയെ കാര്യമായി കൊണ്ട് നടക്കാതെ ഇനി ബ്രസീലിൻ്റെ ആരാധകരോടും ഇനി വരും ദിവസങ്ങളിൽ തോൽക്കുന്ന ടീമിൻ്റെ ആരാധകരോടൊക്കെ പറയുന്നത്, നിങ്ങൾ ആ ഫ്ലക്സ് ബോർഡ് ശരിക്കും അയച്ചു വെച്ചിട്ട് അത് ഈ പഴയ ഫ്ലക്സ് ബോർഡ് വാങ്ങുന്ന കടകളുണ്ടാകും, ആ കടയിൽ കൊണ്ടുപോയിട്ട് കിട്ടുന്ന പൈസ അത് എടുത്തിട്ട് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്താൽ കുറച്ചെങ്കിലൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ അത് ദ്രവിച്ചു പോവുക പറ്റുകയാണെങ്കിൽ ഈ നഷ്ടം വലിയൊരു നഷ്ടമായിരിക്കും. നമ്മളൊക്കെ വിശ്വാസികളാകുമ്പോൾ നമ്മൾ ഈ പണം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അതിന് മുമ്പിലൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കാര്യമായി മനസ്സിലാക്കി കളിയെ കളിയായി എടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോവേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.